ഹായ് ഫ്രണ്ട്സ്, നല്ല ടേസ്റ്റായിട്ടുള്ളൊരു ബീട്രൂട്ട് പച്ചടിയാണ് ഇന്നത്തെ നമ്മുടെ റെസിപ്പി. ബീട്രൂട്ട് പച്ചടി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ബീട്രൂട്ട് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഒരു മീഡിയം സൈസ് വലിപ്പത്തിലുള്ള ബീട്രൂട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് ഇനി നന്നായിട്ട് തോലൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം. ഈ ഒരു പരുവത്തിൽ പൊടിപ്പൊടിയായിട്ട് തന്നെ ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ബീട്രൂട്ട് എത്രത്തോളം ചെറുതാക്കി അരിഞ്ഞെടുക്കാൻ പറ്റുമോ അത്രത്തോളം പച്ചടിക്ക് ടേസ്റ്റ് കൂടുന്നതായിരിക്കും. ഇനി ഒരു കടായി സ്റ്റവിലേക്ക് വെച്ച് കൊടുക്കാം. ഞാൻ ഇപ്പോൾ സ്റ്റൗ ഓൺ ചെയ്യുന്നില്ല. നമ്മളിപ്പോൾ അരിഞ്ഞെടുത്ത ബീട്രൂട്ട് ഈ കടായിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് അളവിലാണ് അരിഞ്ഞെടുത്ത ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നത്. അടുത്തതായിട്ട് ഇതിലേക്ക് എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 പച്ചമുളക് വട്ടത്തിലരിഞ്ഞത് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഞാനിവിടെ 1/4 കപ്പ് അളവിലാണ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. വെള്ളം ചേർത്ത് കൊടുത്ത ശേഷം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് സ്റ്റൗ ഓൺ ചെയ്ത് നന്നായിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഉപ്പ് ചേർത്ത് കൊടുത്ത ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. നല്ലതുപോലെ ഒന്ന് ആവി കയറി തിളച്ച് വരുമ്പോൾ നമുക്ക് ഇത് ലോ ഫ്ലെയിമിലേക്ക് ആക്കി കൊടുക്കാം. അടച്ച് വെച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഈ സമയം കൊണ്ട് നമുക്കിതിൽ ചേർക്കാനുള്ള അരപ്പ് തയ്യാറാക്കാം. അരപ്പ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ തേങ്ങ ചിരകി എടുത്തിട്ടുണ്ട്. 1/2 കപ്പ് അളവിലാണ് തേങ്ങ ചിരകി എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 4 ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ജീരകം ചേർത്ത് കൊടുക്കാം. ഞാനിതിലേക്ക് 1/2 ടീസ്പൂൺ അളവിലാണ് ജീരകം ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് മിക്സിയുടെ ചെറിയ ജാറിലേക്കിട്ട് അരയാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം. ഈ ഒരു പരുവത്തിൽ അരച്ചെടുത്തിട്ടുണ്ട്. നല്ലതുപോലെ അരച്ചെടുത്ത ഈ അരപ്പിലേക്ക് കുറച്ച് കറിവേപ്പിലയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടീസ്പൂൺ അളവിലാണ് കടുക് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കണം. അരഞ്ഞു പോകരുത്. 1-2 പ്രാവശ്യം നിർത്തി ഒന്ന് അടിച്ചെടുത്താൽ മതിയാകും. ഈ ഒരു പരുവത്തിൽ ഞാനിവിടെ ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബീട്രൂട്ട് വെന്തോന്നൊന്ന് നോക്കാം. ബീട്രൂട്ടൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. വെള്ളമെല്ലാം വറ്റി നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ തയ്യാറാക്കിയ ആ തേങ്ങാക്കൂട്ട് ഒഴിച്ചു കൊടുക്കാം. ഈ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഈ തേങ്ങയുടെ പച്ചമണം മാറുന്നതുവരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കത് വേവിച്ചെടുക്കാം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ ആദ്യമായിട്ട് കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് കൂട്ടാക്കാനും മറന്നു പോകരുത്. ഈ തേങ്ങ അരപ്പിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരണം. ഈ സമയം കൊണ്ട് നമുക്കിതിൽ ചേർക്കാനുള്ള തൈര് ഒന്ന് അടിച്ചെടുക്കാം. ആ മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഈ തൈര് ചേർത്ത് കൊടുത്ത ശേഷം നല്ലതുപോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ ചേർക്കാനായിട്ട് 1/4 കപ്പ് അളവിലാണ് തൈര് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ അടിച്ചെടുത്ത തൈര് നമുക്ക് ബീട്രൂട്ടിലോട്ട് ചേർത്ത് കൊടുക്കാം. ബീട്രൂട്ടിൽ തേങ്ങ അരപ്പിൻ്റെ വെള്ളമെല്ലാം വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. തൈര് ചേർക്കുമ്പോൾ പെട്ടെന്ന് തീ കൂടിയിട്ട് തിളച്ച് പോവാതിരിക്കാനാണ് ഇപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്യുന്നത്. ഇനി നമുക്കിതിലേക്ക് നേരത്തെ അടിച്ചെടുത്ത തൈരങ്ങ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. തൈര് ചേർത്ത് കൊടുത്ത ശേഷം വേണമെങ്കിൽ നമുക്ക് സ്റ്റൗ ഓൺ ചെയ്ത് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. തിളച്ച് പോയി കഴിഞ്ഞാൽ ഈ പച്ചടിക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ചെറുതായിട്ടൊന്ന് ചൂടായാൽ മാത്രം മതിയാകും. ഇനി നമുക്കിതിലേക്ക് താളിച്ച് ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞതും വറ്റൽമുളകും കറിവേപ്പിലയും കൂടി മൂപ്പിച്ച് ചേർത്ത് കൊടുക്കാം. രുചികരമായ ബീട്രൂട്ട് പച്ചടി ഇവിടെ റെഡിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്ത് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കൂടി രേഖപ്പെടുത്താൻ മറന്നു പോകരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.